9-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങൾ. ഒരിക്കൽ അവൻ തനിയെ പ്രാർത്ഥിക്കുകയായിരുന്നു. ശിഷ്യന്മാരും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ചോദിച്ചു, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ മറുപടി പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പൂർവപ്രവാചകന്മാരിൽ ഒരാൾ ഉയർത്തിരിക്കുന്നു എന്നും പറയുന്നു. അപ്പോൾ അവൻ ചോദിച്ചു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് ഉത്തരം നൽകി, നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്. ഇക്കാര്യം ആരോടും പറയരുതെന്ന് കർശനമായി നിരോധിച്ചതിന് ശേഷം അവൻ അരുളി ചെയ്തു, മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. നമുക്കിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് സെപ്റ്റംബർ മാസം 26-ാം തീയതി നമ്മൾ ഈ ശുഭരാത്രി സന്ദേശത്തിന് വേണ്ടി ധ്യാനിക്കുമ്പോൾ കർത്താവ് നമ്മോട് വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ഈശോ ചെയ്തതും ഈശോ പറഞ്ഞത് മാത്രമല്ല വചനം, ഈശോ ചെയ്തത് വചനമാണ്. ഈശോ കണ്ടത്, ഈശോ കേട്ടത് എല്ലാം വചനമാണ്. അപ്പോൾ നമ്മൾ വായിച്ചു തുടങ്ങിയത് ഇങ്ങനെയാണ്, ഒരിക്കൽ അവൻ തനിയെ പ്രാർത്ഥിക്കുകയായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 18-ാം അധ്യായം തുടങ്ങുന്നത് തനിയെ പ്രാർത്ഥിക്കുന്ന ഈശോയെ അവതരിപ്പിച്ചുകൊണ്ടാണ്. ഈശോ തനിയെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവം. ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്നതിന് ഉള്ള ഉത്തരമാണ് ക്രിസ്തു. ദൈവം എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് എന്ന് മാത്രമല്ല ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്, ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്. അപ്പോൾ ഈശോ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് എന്ന്, എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാനാണ് ദൈവം മനുഷ്യരൂപം എടുത്തത്. അച്ഛൻ സ്നേഹപൂർവ്വം ആവർത്തിക്കട്ടെ, ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ലോകത്തെ മനുഷ്യനെ കാണിക്കാനാണ് ദൈവം മനുഷ്യരൂപമെടുത്തത്. അപ്പോൾ ഈശോ തനിയെ പ്രാർത്ഥിക്കുകയായിരുന്നു. ഈ തനിയെ പ്രാർത്ഥിക്കുന്ന ഒരു ശീലം നമ്മളിലും ഉണ്ടാകട്ടെ. ശിഷ്യന്മാരും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. തനിയെ പ്രാർത്ഥിക്കുന്ന, സോളിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒറ്റയ്ക്കിരിക്കുക എന്നതിനേക്കാൾ ദൈവവുമായി ഒരു ബന്ധത്തിലായിരിക്കുക. ഞാനും എൻ്റെ ദൈവവും, ഇടതുവശത്ത് വലതുവശത്ത് പുറകില് മുമ്പില് ആരുമില്ലാത്ത അവസ്ഥയല്ല തനിയെ ആയിരിക്കുക എന്ന് പറയുന്ന അവസ്ഥ. തനിയെ ആയിരിക്കുക, പ്രാർത്ഥനയിൽ തനിയെ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ബന്ധത്തിലായിരിക്കുക എന്നാണ്. ചുറ്റുപാടുമുള്ളവർ നമുക്കൊരു അസ്വസ്ഥതയുണ്ട്, അവരിലേക്ക് ശ്രദ്ധ പോകാതെ പിതാവിലേക്ക് ശ്രദ്ധ പോവുക. അപ്പോൾ ശിഷ്യന്മാരും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ചോദിച്ചു, ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, എല്ലാം അറിയുന്നവനാണ് ദൈവം. ഈശോ ഹൃദയ വിചാരങ്ങൾ പോലും മനസ്സിലാക്കുന്നവനാണ്. മനുഷ്യൻ്റെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കുന്നവൻ,
അല്ലെങ്കിൽ സമുദ്രത്തിൽ ഒരു മീനുണ്ടെന്നും ആ മീൻ്റെ വായിൽ ഒരു നാണയമുണ്ടെന്നും പത്രോസിനോട് പോയി ഒരു മീൻ പിടിക്കാൻ പറയുകയും ആ നാണയമെടുത്ത് അത് എനിക്കും നിനക്കും വേണ്ടി നികുതി അടക്കുക എന്നുമൊക്കെ പറയുന്ന ഈശോയ്ക്ക് തന്നെക്കുറിച്ച് ജനം എന്താണ് പറയുന്നതെന്ന് കൃത്യമായിട്ടറിയാം. മനസ്സിലിരിപ്പ് പോലും അറിയാവുന്നവനാണ്. എന്നിട്ടും ഈശോ എന്തിനാണ് ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, എന്നെക്കുറിച്ച് ജനം എന്താണ് പറയുന്നത്? പല വ്യാഖ്യാനങ്ങളുണ്ട്. ഈശോ ഒരു ഡയലോഗ് ഓപ്പൺ ചെയ്യാണ്. നമുക്ക് എല്ലാം അറിയാമെന്ന് വിചാരിച്ച് എന്ന് ചിന്തിച്ച് നമ്മൾ അങ്ങനെ മിണ്ടാതിരിക്കരുത്. നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുന്ന ഒരു സ്വഭാവം വളർത്തിയെടുക്കണം. ഈശോ ശിഷ്യന്മാർക്കുള്ള അറിവിനെ അംഗീകരിക്കുകയാണ്. അവരുടെ ഒരു ജനറൽ നോളേജിനെ ഈശോ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്, അതിനെ വിലമതിക്കുകയാണ്. അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത്, എന്നെക്കുറിച്ച് ജനം എന്താണ് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർ പറയുന്നത്, അവര് മക്കളായിക്കൊള്ളട്ടെ, പ്രായം കൂടിയവരായിക്കൊള്ളട്ടെ, അവർക്ക് അവരുടേതായ ചില അറിവുകളുണ്ട്. ഈ അറിവുകളെ അംഗീകരിക്കാനായിട്ടുള്ളൊരു കൃപ നമുക്ക് ലഭിക്കട്ടെ. പാവപ്പെട്ടവരായിരിക്കാം, ചിലപ്പം ഫാമിൽ നിന്ന് വരുന്നവരായിരിക്കാം, അവർക്ക് അവരുടേതായിട്ടുള്ള അറിവുകളുണ്ട്. അപ്പോൾ ആ അറിവുകളെ അംഗീകരിച്ചു കൊണ്ടാണ് ഈശോ ചോദിക്കുന്നത്, നിങ്ങളുടെ അറിവ് എന്താണ്? വാട്ട് ഈസ് യുവർ ജനറൽ നോളേജ് അബൌട്ട് ദ ഒപ്പീനിയൻസ് ഓഫ് ദ പീപ്പിൾ? അപ്പോൾ അവർ അവരുടെ ജനറൽ നോളേജ് പങ്കുവച്ചു. ഈശോ ചോദിക്കുമ്പോൾ മിണ്ടാതിരിക്കുകയല്ല ശിഷ്യന്മാർ ചെയ്യുന്നത്. അവർ ഈശോയുമായി ഒരു സ്നേഹ സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ്. തങ്ങൾക്കുള്ള ചെറിയ അറിവുകൾ, ശിഷ്യന്മാർക്ക് ഹൃദയവികാരങ്ങൾ അറിയുന്നവരല്ല, പക്ഷേ അവർക്ക് നാട്ടറിവുള്ളവരാണ്. അവർക്ക് ആ അറിവ് അവർ പങ്കുവെച്ചുകൊണ്ട് പറയുന്നതാണ് മറുപടി. ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പ്രവാചകന്മാരിൽ ഒരാൾ ഉയർത്തിരിക്കുന്നു എന്നും പറയുന്നു. അപ്പോൾ ഈശോ വീണ്ടും ചോദിക്കുകയാണ്, നാട്ടറിവിനും അപ്പുറം നിന്റെ അവബോധത്തിൻ്റെ, നിന്റെ ഉള്ളിലുള്ള അറിവെന്താണ്? ആളുകൾ പറഞ്ഞത് അവിടെ നിൽക്കട്ടെ, നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് എന്താണ് പ്രേരിപ്പിക്കുന്നത്? അതാണ് ചോദ്യം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആളുകൾ പറഞ്ഞതുപോലെയല്ല തീരുമാനങ്ങൾ എടുക്കേണ്ടത്. നിന്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് നിന്നെ എന്ത് ചെയ്യാനാണ് പ്രേരിപ്പിക്കുന്നത്? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പത്രോസ് പറഞ്ഞു, എൻ്റെ ഉള്ളിൽ. പത്രോസിൻ്റെ ഉത്തരം ഇതാണ്, നീ ക്രിസ്തുവാണ്. ആരാണത് പ്രേരിപ്പിക്കുന്നത്? പത്രോസ് പറയാണ്, എൻ്റെ ഉള്ളിൽ എനിക്ക് പരിശുദ്ധാത്മാവ് ഇങ്ങനെയൊരു പ്രചോദനം തരികയാണ്, നീ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന്. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ആളുകൾ പറഞ്ഞതിനല്ല ചെവി കൊടുക്കുന്നത്, ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് പറഞ്ഞതിനാണ്. അതുകൊണ്ടാണ് ഈശോ പത്രോസിനോട് പറഞ്ഞത്, മാംസരക്തങ്ങളല്ല, അതായത് നിന്റെ ബുദ്ധിയും നിന്റെ ചിന്തയുമല്ല, ലോകത്തിൻ്റെ അറിവുകളല്ല, നിന്റെ കൂട്ടുകാരല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്, പരിശുദ്ധാത്മാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. അപ്പോൾ ആര് നിന്നെ നയിക്കുന്നത് പോലെയാണ് നിന്റെ ഒരു ഫൈനൽ ഡിസിഷൻ നീ എടുക്കുന്നത് എന്നത് പ്രധാനപ്പെട്ടതാണ്. ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രചോദിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അച്ഛനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ, ഒരു ധ്യാനത്തിന് പോകാനായിട്ടാണെങ്കിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ ആളുകൾ പറഞ്ഞു അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചു എന്നതുകൊണ്ടല്ല ഒരു ധ്യാനം ഏറ്റെടുക്കുന്നത്. ഒരു ധ്യാനം ഏറ്റെടുക്കുന്ന കാര്യത്തിലാണെങ്കിലും അത് പരിശുദ്ധാത്മാവ് അനുവാദം തരുന്നുണ്ടോ, ദൈവം ഈ ശുശ്രൂഷ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് കർത്താവ് എന്നെ ഇതിനയക്കുന്നുണ്ടോ എന്നത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അവൻ ചോദിച്ചു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് ഉത്തരം നൽകി, നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ്. നമുക്കിത്രയും മതി. ഇന്ന് ഈ രാത്രിയിൽ തനിയെ പ്രാർത്ഥിക്കുന്ന ക്രിസ്തു, ശിഷ്യരുടെ അറിവുകളെ വിലമതിക്കുന്നവനായ ഈശോ,
മൂന്നാമതായി, അവരുടെ വ്യക്തിപരമായ അവരിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങളെ അഭിനന്ദിക്കുന്ന വിലമതിക്കുന്നവനായ ഈശോ. ഇന്ന് എനിക്കുണ്ടാകേണ്ട 3 സ്വഭാവ ഗുണങ്ങൾ ഇതൊക്കെയാണ്. തനിയെ പ്രാർത്ഥിക്കാൻ പഠിക്കണം, മറ്റുള്ളവരുടെ അറിവുകളെ അംഗീകരിക്കണം, മറ്റുള്ളവരിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾക്ക് കാതുകൊടുക്കണം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ രാത്രിയിൽ എനിക്ക് കൂടുതൽ ഈശോയെ പോലെയാകണം എന്നാഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞാൻ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നിൽ രൂപാന്തരീകരണത്തിൻ്റെ ചലനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പരിശുദ്ധാത്മാവ് രൂപമില്ലാത്തതിൻ്റെ മേൽ അടയിരുന്ന് രൂപമില്ലാത്തതിന് രൂപം കൊടുത്തതുപോലെ ഞാൻ ഉറങ്ങുമ്പോഴും എന്നിൽ അടയിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നിൽ ക്രമം തെറ്റിക്കിടക്കുന്നതിന് ക്രമം നൽകുന്നവനാണ്. നമുക്ക് ഇന്ന് പ്രഭാതം മുതൽ ഈ സമയം വരെ കർത്താവ് നമ്മുടെ മേൽ ചൊരിഞ്ഞ ആത്മീയവും ഭൗതികവുമായ എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ആരാധന, ആരാധന, ആരാധന. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, അനേകം മക്കളോട് ചേർന്ന് ഇപ്പോൾ ഈ ആലയത്തിലും ഓൺലൈനിലും ഒക്കെയായി ഈ അൾത്താരയോട് ഹൃദയം ചേർത്ത് വെച്ചിരിക്കുന്ന അനേകം മക്കളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, അങ്ങയുടെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവശക്തി അങ്ങയുടെ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ ചൈതന്യം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. സ്വയം കണ്ണിന് കാഴ്ചയും കാതിന് കേൾവിയും നൽകിയവനെ, ഹല്ലേലൂയ. കരങ്ങൾക്ക് കാലുകൾക്ക് ബലം നൽകിയവനെ, ഹല്ലേലൂയ. അസ്ഥികളെ ബലപ്പെടുത്തുന്നവനെ, ശക്തിപ്പെടുത്തുന്നവനെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഞങ്ങൾക്ക് കുടിക്കാൻ ജലവും കഴിക്കാൻ ആഹാരവും ശ്വസിക്കാൻ വായുവും ധരിക്കാൻ വസ്ത്രവും താമസിക്കാൻ ഭവനവും സഞ്ചരിക്കാൻ വാഹനങ്ങളും വഴികളും നൽകിയവനെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് വിശ്വാസം നൽകിയവനെ, ഞങ്ങൾക്ക് ഈ ആലയം നൽകിയവനെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഇന്നത്തെ ഈ ശുശ്രൂഷകളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അതിൽ പങ്കെടുത്ത അനേകായിരം മക്കളെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ച സാക്ഷ്യങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ. അത്ഭുതങ്ങളും അടയാളങ്ങളും അങ്ങയുടെ ജനത്തിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ ആരാധന. കരമടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. എത്രമാത്രം നന്ദി നിനക്ക് കർത്താവിന് അർപ്പിക്കാൻ സാധിക്കും. അതര ഫലങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ നാമം ഞാൻ വിളിച്ചപേക്ഷിക്കും. കർത്താവിൻ്റെ മേൽ ചെടിഞ്ഞ് അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പ്രത്യുപകാരം ചെയ്യും? രക്ഷയുടെ ഗാസ ഉയർത്തി ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നന്ദി പറയുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ കണ്ട വ്യക്തികളെ ഓർത്ത്, ഞങ്ങൾ അനുഭവിച്ച സ്നേഹത്തെ ഓർത്ത്, കരുതലിനെ ഓർത്ത് നന്ദി പറയുന്നു. ശ്രീ സ്തോത്രമേ, ശ്രീ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി 7 നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ, സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദമ്പതികൾ, ഉദരത്തിലുള്ള കുഞ്ഞുങ്ങൾ, കൈക്കുഞ്ഞുങ്ങൾ, വിദ്യാർത്ഥികൾ, യുവതി യുവാക്കൾ, ജോലി അന്വേഷിക്കുന്നവർ, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവർ, കുടുംബജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ, സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ, പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, എഴുതിയ പരീക്ഷകളുടെ റിസൾട്ട് കാത്തിരിക്കുന്നവർ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. രാത്രിയിൽ ഒറ്റയ്ക്കായിരിക്കുന്നവർ, രോഗികളായി ആശുപത്രികളിൽ, ICUയിൽ, വെന്റിലേറ്ററിൽ, ഓപ്പറേഷൻ വേണമെന്ന സാഹചര്യങ്ങളിൽ ആയിരിക്കുന്നവർ,
ഭവനങ്ങളിൽ രോഗാവസ്ഥകളിൽ കഴിയുന്നവർ, വലിയ സങ്കടങ്ങളിലൂടെ വേദനകൾ പങ്കുവയ്ക്കാൻ ആരുമില്ലാതെ നീറിപ്പുകയുന്ന മനസ്സോടുകൂടെ കഴിയുന്നവർ, വാർദ്ധക്യ സഹജമായ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവർ, മരണാസന്നരായിട്ടുള്ളവർ, ഇന്ന് ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് കടന്നുപോയ അനേകം രോഗികൾ, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള നിയോഗങ്ങളോടൊപ്പം നമ്മുടെ ആത്മീയമായ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ, ഒരു വചനാഭിഷേകം ഉണ്ടാകാൻ, വചനം കൂടുതൽ വായിക്കാനും പഠിക്കാനും ഒക്കെയുള്ള ആഗ്രഹം, വചനം പ്രഘോഷിക്കാനുള്ള ആഗ്രഹം, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ, മറ്റുള്ളവരെ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള ആഗ്രഹങ്ങൾ, പ്രേക്ഷിതനായി ജീവിക്കാനുള്ള ആഗ്രഹം, ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കാനുള്ള ആഗ്രഹം, ലോകമെമ്പാട് നടക്കുന്ന മിഷൻ പ്രവർത്തനങ്ങളോട് ഹൃദയം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. മക്കൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, അയൽക്കാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രപഞ്ചം മുഴുവന് വേണ്ടി, യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ദേശങ്ങൾക്ക് വേണ്ടി, അഭയാർത്ഥികളായി കഴിയുന്നവർ, പ്രിയപ്പെട്ടവർ മരണമടഞ്ഞതിൻ്റെ വേദനയിലൂടെ കടന്നു പോകുന്നവർ, യുദ്ധത്തിൽ പരിക്കേറ്റവർ, ഗുരുതരമായ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ഭവനങ്ങളില്ലാതെയായവർ, ലോകം യുദ്ധം തങ്ങളുടെ ഭവനങ്ങളെ നാശക്കൂമ്പാരമാക്കിയത് കണ്ടുകൊണ്ട് ഈ രാത്രിയിൽ ഉറങ്ങാൻ പോകേണ്ട ദുരിതത്തിലായിരിക്കുന്ന ദൈവമക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒക്ടോബർ 3 മുതൽ 15 വരെയുള്ള തിരുനാളിൻ്റെ നിയോഗങ്ങൾ സമർപ്പിക്കാം. നമുക്ക് കരങ്ങൾ ഉയർത്തി നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ യേശുനാമത്തിൻ്റെ ശക്തിയിൽ ഈശോ പറഞ്ഞു, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്കത് ലഭിക്കും. ആയിരിക്കുന്ന ഇടങ്ങളിൽ കരങ്ങൾ ഉയർത്തി അനുഗ്രഹം പ്രാപിക്കാൻ അത്രമാത്രം ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ട്. അത്രമാത്രം ശക്തിയോടെ 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ ഈശോയേ നമുക്ക് മുട്ടുകുത്താം. നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും നമുക്കിപ്പോൾ ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ ഈ ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ആ കുടുംബം മുഴുവനിലേക്കും ഒരു ആശീർവാദം കടന്നു ചെല്ലുകയാണ്. നിങ്ങളായിരിക്കുന്ന ഇപ്പോൾ ഓൺലൈനിലായി ആരാധനയിൽ പങ്കെടുക്കുന്നവർ, നിങ്ങളുടെ ഭവനത്തിലേക്ക് ഈ ആശീർവാദം കടന്നു വരിക. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ കോശത്തിലേക്കും ദിവ്യകാരുണ്യ ഈശോയുടെ മുദ്ര പതിയപ്പെടുകയാണ്. ലോകത്തിൻ്റെ 4 അതിരുകളിലേക്ക് ഈ അഭിഷേകം പടരുകയാണ്. തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് യേശുനാമത്തിൽ ആശീർവദിക്കപ്പെടുകയാണ്. നമുക്ക് കരങ്ങൾ ഉയർത്തി എന്നോടൊപ്പം ഞാൻ ആശീർവദിക്കപ്പെടുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവനുമാണ് ആശീർവദിക്കപ്പെടുന്നതെന്ന ബോധ്യത്തോടുകൂടെ കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് ആശീർവാദം സ്വീകരിക്കാം. ഈശോയേ സാധിക്കുന്നവർ ശിരസ് തറയിൽ മുട്ടിച്ച് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്
ഞങ്ങളെ തൻ്റെ പരിശുദ്ധാത്മാവാൽ അഭിഷേകം ചെയ്യുന്ന, ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഞങ്ങൾക്ക് ഒരു പുതിയ ഹൃദയം നൽകുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സുഖനിദ്രയുള്ള രാത്രി, നല്ല സ്വപ്നങ്ങളുള്ള രാത്രി, സന്തോഷമുള്ളൊരു രാത്രി ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം.